ചോദ്യം: ദാനധർമ്മങ്ങൾ മരിച്ചവർക്ക് ലഭിക്കും എന്നതിന് എന്താണ് തെളിവ്? ഉത്തരം: മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ഇപ്രകാരം ചോദിച്ചു: ഓ പ്രവാചകരെ, എൻ്റെ ഉമ്മ ഒന്നും വസിയത്ത് ചെയ്യാതെ മരിച്ചുപോയിരിക്കുന്നു. മരണസമയത്ത് വല്ലതും സംസാരിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ അവർ വല്ലതും ധർമ്മം ചെയ്യുമായിരുന്നു. ഞാൻ അവർക്ക് വേണ്ടി ധർമ്മം ചെയ്താൽ അവർക്ക് അതിൻ്റെ കൂലി കിട്ടുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതേ. സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ മരണപ്പെട്ടപ്പോൾ അദ്ദേഹം നാട്ടിൽ ഇല്ലായിരുന്നു. തിരിച്ചെത്തിയ ഉടനെ പ്രവാചകരെ സമീപിച്ച് ഇപ്രകാരം പറഞ്ഞു: നബിയെ, ഉമ്മ മരിക്കുന്ന സമയം ഞാൻ നാട്ടിലില്ലായിരുന്നു. ഞാൻ അവർക്ക് വേണ്ടി സ്വതക്ക ചെയ്താൽ അവർക്ക് പ്രതിഫലം കിട്ടുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതേ. ഉടൻ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എങ്കിൽ എൻ്റെ ഇന്നാലിന്ന തോട്ടം അവരുടെ പേരിൽ സ്വതക്കയാണ്. മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം: സഅദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഏത് ധർമ്മമാണ് ഏറ്റവും പുണ്യമായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വെള്ളമാണ്. ഉടനെ സഅദ് റളിയല്ലാഹു അൻഹു ഒരു കിണർ കുഴിക്കുകയും ഉമ്മാക്ക് വേണ്ടി ധർമ്മം ചെയ്യുകയും ചെയ്തു. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, പ്രവാചകപത്നിമാരിൽ ഖദീജ റളിയല്ലാഹു അൻഹയോട് എനിക്കുണ്ടായിരുന്ന ദേഷ്യം മറ്റൊരാളോടും ഉണ്ടായിരുന്നില്ല. ഞാൻ അവരെ കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ നിരന്തരം പറയുമായിരുന്നു. ചിലപ്പോൾ ആടിനെ അറുത്ത് തുണ്ടങ്ങളാക്കി മഹദിയുടെ കൂട്ടുകാരികൾക്ക് കൊടുക്കാറുണ്ടായിരുന്നു.